5 വർഷം കൊണ്ട് 42,30,000 രൂപ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? 100% ഗ്യാരണ്ടിയുള്ള റിട്ടേൺസ്. കാരണം ഇത് ഗവൺമെന്റ് സപ്പോർട്ടഡ് ആണ്. നിങ്ങളുടെ പണം വളരെ സുരക്ഷിതമായി നിക്ഷേപിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളാണ് ഏറ്റവും നല്ല ഓപ്ഷൻ. കാരണം ഇതിൽ റിസ്ക് എന്ന് പറയുന്ന എലമെന്റ് വളരെ വളരെ കുറവാണ്. വരൂ നമുക്ക് നോക്കാം നിങ്ങൾക്ക് മികച്ച റിട്ടേൺ തരുന്ന ഏറ്റവും മികച്ച 5 പോസ്റ്റ് ഓഫീസ് സ്കീമുകളെ പറ്റി. ഞാൻ അവിനാശ്, ബോസ്വാല മലയാളത്തിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ഏറ്റവും മികച്ച 5 പോസ്റ്റ് ഓഫീസ് സ്കീമുകൾ ഏതൊക്കെയാണ് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസ്, അതായത് കേന്ദ്ര സർക്കാരിന്റെ ബാക്കപ്പ് ഉള്ള വളരെ സേഫ് ആയിട്ട് നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ തീർച്ചയായും പോസ്റ്റ് ഓഫീസിന്റെ സ്കീമുകളായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും മികച്ചത്. ഏതൊക്കെയാണ് ആ സ്കീമുകൾ എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും ഈ വീഡിയോ കണ്ടിരിക്കണം എന്ന് ഞാൻ പറയുകയാണ്. കാരണം ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാകും നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായത്, അല്ലെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച്, നിങ്ങളുടെ വരുമാനത്തിന് അനുസരിച്ച് ഏറ്റവും മികച്ച ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഏതാണ്, ഏറ്റവും മികച്ച പോസ്റ്റ് ഓഫീസ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ ഏതാണെന്ന് ഈ വീഡിയോ പൂർണ്ണമായും കാണുന്നതിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്ന പോസ്റ്റ് ഓഫീസിന്റെ ഒരു പദ്ധതിയുമായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്താണ് സുകന്യ സമൃദ്ധി യോജന? നിങ്ങളുടെ വീട്ടിലെ പെൺകുട്ടികൾക്ക്, നിങ്ങളുടെ വീട്ടിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ ഭാവിക്കായിട്ട് നിക്ഷേപിക്കാൻ സാധിക്കുന്ന, പാരന്റ്സിന് പെൺകുട്ടികളുടെ പേര് നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതിക്ക് പറയുന്ന പേരാണ് സുകന്യ സമൃദ്ധി യോജന. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും എലിജിബിലിറ്റി, അതായത് ആർക്കാണോ ഈ ഒരു സ്കീമിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്, ആർക്കാണ് ഈ സ്കീമിന്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് എന്ന് വെച്ചാൽ ഗേൾ ചൈൽഡ് ഹു ആർ യങ്ങർ ദാൻ 10 years old, 10 വയസ്സിൽ താഴെയുള്ള പെൺകുട്ടികൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ പേരിൽ ഈ ഒരു നിക്ഷേപ പദ്ധതി നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. അടുത്തതായി നമുക്ക് മിനിമം ഏറ്റവും കുറഞ്ഞ ഒരു എമൗണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പ്രതിവർഷം 250 രൂപ. 250 രൂപ പ്രതിവർഷം മിനിമം അടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഒരു വർഷം മാക്സിമം നിങ്ങൾക്ക് അടക്കാൻ പറ്റുന്ന തുക എന്ന് പറയുന്നത് 1,50,000 രൂപയാണ്. എങ്ങനെയാണ് ഈ ഒരു പദ്ധതിയിലേക്ക് നമ്മൾ പണം അടക്കേണ്ടത്? അത് പ്രതിവർഷമാണ്. നിങ്ങൾക്ക് പ്രതിവർഷം ഒരു എമൗണ്ട് മിനിമം 250 രൂപ മുതൽ മാക്സിമം 1.5 ലക്ഷം രൂപ വരെ, 1,50,000 രൂപ വരെ സുകന്യ സമൃദ്ധി യോജന പ്രകാരം നിങ്ങളുടെ പെൺകുട്ടികളുടെ ഭാവിക്കായി, നിങ്ങളുടെ വീട്ടിൽ പെൺകുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഭാവിക്കായി നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. വളരെ സുരക്ഷിതമായിട്ടുള്ള ഒരു പോസ്റ്റ് ഓഫീസ് സ്കീമാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. അപ്പോൾ സുകന്യ സമൃദ്ധി യോജനയുടെ മറ്റ് ഡീറ്റെയിൽസിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ പലിശ നിരക്ക് എന്ന് പറയുന്നത് 8.2%. വളരെ കൂടിയ, വളരെ മികച്ച ഒരു ഇൻട്രസ്റ്റ് റേറ്റ് തന്നെയാണ് പോസ്റ്റ് ഓഫീസ് ഈ ഒരു യോജന പ്രകാരം നമുക്ക് തരുന്നത്. 8.2%. ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിനേക്കാളും ഒരുപക്ഷെ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് നമുക്ക് ഈ ഒരു സ്കീമിൽ നിന്ന് ലഭിക്കുന്നു. അതുകൂടാതെ 21 വർഷമാണ് ഈ സ്കീം പ്രകാരം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് നിങ്ങളുടെ കുട്ടിയുടെ പേരിൽ, നിങ്ങളുടെ പെൺകുട്ടിയുടെ പേരിൽ നിങ്ങൾക്ക് ഈ സ്കീം പ്രകാരം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 21 വർഷത്തേക്കാണ്. എന്നാൽ 18ാം വർഷത്തിൽ, അതായത് നിക്ഷേപം തുടങ്ങി 18ാമത്തെ വർഷത്തിൽ നിങ്ങൾക്ക് ഭാഗികമായി പണം പിൻവലിക്കാനുള്ള ഒരു ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതായത് പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം എന്നീ കാരണങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിന്റെ 18ാം വയസ്സിൽ നിങ്ങൾക്ക് പാർഷ്യലി പിൻവലിക്കാൻ സാധ്യമാണ്. അതുപോലെ തന്നെ സെക്ഷൻ 80C പ്രകാരമുള്ള ടാക്സ് ബെനിഫിറ്റും നിങ്ങൾക്ക് ഈ സ്കീമിൽ നിന്നും ലഭിക്കുന്നു. ഇനി സുകന്യ സമൃദ്ധി യോജനയുടെ ഒരു കാൽക്കുലേഷൻ എങ്ങനെയാണ് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അതായത് നിങ്ങൾ സുകന്യ സമൃദ്ധി യോജന പ്രകാരം നിങ്ങൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ഒരു എമൗണ്ട് റിട്ടേൺ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ മാറുന്നത് എന്ന് നമുക്ക് ഒരു കാൽക്കുലേറ്ററിലൂടെ അല്ലെങ്കിൽ ഒരു കാൽക്കുലേഷനിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നമ്മൾ പ്രതിവർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1,50,000 രൂപയാണ് എന്ന് ഓൾറെഡി പറഞ്ഞു. മിനിമം എമൗണ്ട് 250 രൂപയും മാക്സിമം എമൗണ്ട് 1.5 ലക്ഷവും. നമ്മൾ 1.5 ലക്ഷം പ്രതിവർഷം നിക്ഷേപിക്കുന്നു. അതായത് നമ്മൾ സുകന്യ സമൃദ്ധി യോജനയിൽ നിക്ഷേപം തുടങ്ങുമ്പോൾ നിങ്ങളുടെ പെൺകുട്ടിയുടെ വയസ്സ് 5 വയസ്സാണ് എന്നിരിക്കട്ടെ. ഈ വർഷമാണ് നിക്ഷേപിക്കാൻ ആരംഭിക്കുന്നത്. അതായത് സ്റ്റാർട്ടിംഗ് പീരീഡ് എന്ന് പറയുന്നത് 2025 ആണ്. ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഈ ഒരു കണക്ക് പ്രകാരം ടോട്ടൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 22,50,000 രൂപയാണ്. പലിശ ഇനത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത് 46,77,578 രൂപയാണ്. നിങ്ങൾ നോക്കൂ, ആ പലിശ നിരക്ക് മാത്രം നിങ്ങൾക്ക് ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 46,77,578 രൂപ. അത്രയും ഹ്യൂജ് എമൗണ്ട് നമുക്ക് പലിശയിൽ നിന്ന് മാത്രം ലഭിക്കുന്നു. അതായത് 22 ലക്ഷം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 46 ലക്ഷം നമുക്ക് റിട്ടേൺ ലഭിക്കുന്നു. റിട്ടേൺ എന്ന് പറയുന്നത് പലിശ മാത്രം. ഇൻവെസ്റ്റ് ചെയ്യുന്ന തുകയുടെ ഇരട്ടിയിലധികം പലിശ നമുക്ക് ലഭിക്കുന്നു. മെച്യൂരിറ്റി ഇയർ എന്ന് പറയുന്നത് 2046 ആണ്. 21 വർഷം കഴിയുമ്പോൾ 2025 കഴിഞ്ഞ്
21 വർഷം കഴിയുമ്പോൾ 2046. സോ ടോട്ടൽ മെച്യൂരിറ്റി വാല്യൂ നിങ്ങൾക്ക് ലഭിക്കുന്ന ടോട്ടൽ റിട്ടേൺ എന്ന് പറയുന്നത് 69,27,578 രൂപ. 1/2 കോടിക്ക് മുകളിൽ റിട്ടേൺ ആണ് നിങ്ങൾക്ക് 21 വർഷത്തിന് ശേഷം സുകന്യാ സമൃദ്ധി യോജന പ്രകാരം ലഭിക്കുന്നത്. സോ നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഒരു ഗേൾ ചൈൽഡ് ഉണ്ടെങ്കിൽ, തീർച്ചയായും അവരുടെ പേരിൽ നടത്താൻ പറ്റുന്ന ഒരു നിക്ഷേപ പദ്ധതിയാണ് കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിന്റെ സുകന്യാ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. നിങ്ങളുടെ വീട്ടിൽ മുതിർന്ന പൗരന്മാരുണ്ടെങ്കിൽ അല്ലെങ്കിൽ 60-ന് മുകളിൽ പ്രായമുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്കുള്ള മികച്ച ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനാണ് പോസ്റ്റ് ഓഫീസിന്റെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം എന്ന് പറയുന്നത്. അതായത് 60-ന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കും 55 വയസ്സിന് മുകളിൽ പ്രായമുള്ള BRS എടുത്തിട്ടുള്ള ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കുമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം പ്രകാരം ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യമാകുന്നത്. ഏറ്റവും കുറഞ്ഞ തുക ഈ ഒരു സ്കീമിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കുറഞ്ഞ എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപയും ഏറ്റവും കൂടിയ എമൗണ്ട് എന്ന് പറയുന്നത് 30 ലക്ഷം രൂപയുമാണ്. അതുകൂടാതെ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് മാസം EMI പോലെ അല്ലെങ്കിൽ ഘടുക്കളായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്കീം പ്രകാരം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. വൺ ടൈം ആയിട്ട് ഒരു നിശ്ചിത എമൗണ്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. 1000 രൂപ മുതൽ 30 ലക്ഷം രൂപയ്ക്ക് ഇടയിൽ വരെയുള്ള അല്ലെങ്കിൽ 1000 രൂപ മുതൽ 30 ലക്ഷം രൂപ വരെയുള്ള എത്ര എമൗണ്ടും നിങ്ങൾക്ക് വൺ ടൈം ആയിട്ട് ഈ ഒരു സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം പ്രകാരം ഇൻവെസ്റ്റ് ചെയ്യാം. ഇതൊരു റിട്ടയർമെന്റ് പ്ലാൻ ആണ്. അതായത് പ്രായമുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാൻ അവരെ പ്രാപ്തരാക്കുന്ന രീതിയിലുള്ള ഒരു സർക്കാർ പദ്ധതിയാണ്, ഒരു പോസ്റ്റ് ഓഫീസ് പദ്ധതിയാണ് ഈ ഒരു സ്കീം. സോ ഈ ഒരു സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 8.2%. അതുപോലെ തന്നെ ഇതിന്റെ ടെന്യൂർ എന്ന് പറയുന്നത് 5 വർഷവുമാണ്. ഈ 5 വർഷത്തെ ടെന്യൂർ എന്ന് പറയുന്നത് 3 വർഷത്തേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അതായത് 5 വർഷം കഴിഞ്ഞിട്ടും ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ പ്ലസ് 3 ഇയേഴ്സ് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി പ്രീ മെച്യൂർ വിഡ്രോവൽ, അതായത് നിങ്ങൾക്ക് ഇതിന്റെ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പേ പണം പിൻവലിക്കണം എന്നാണെങ്കിൽ അത് നമുക്ക് പിൻവലിക്കാൻ വേണ്ടി സാധ്യമാണ്. പക്ഷേ ചില നിബന്ധനകൾ നാം പാലിക്കേണ്ടതായിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി 1 വർഷത്തിന് മുമ്പോ 2 വർഷത്തിൽ കുറവോ ഉള്ള കാലയളവിനുള്ളിലാണ് പണം പിൻവലിക്കുന്നത് എങ്കിൽ 1.5% പെനാൽറ്റി നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ദാറ്റ് മീൻസ് 10,000 രൂപയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എങ്കിൽ അതിൽ 150 രൂപ പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടത്. ഇത് 2 വർഷത്തിന് ശേഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ 1% ആയിരിക്കും നമ്മൾ പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടത്. സോ പ്രീ മെച്യൂർ ആയിട്ട് നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ 1 വർഷത്തിനും 2 വർഷത്തിനും ഇടയാണെങ്കിൽ 1.5%, 2 വർഷത്തിന് ശേഷമാണെങ്കിൽ 1% ആയിരിക്കും നമ്മൾ പെനാൽറ്റി ആയിട്ട് കൊടുക്കേണ്ടത്. സോ ഇതിന്റെ ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്ന പലിശ എത്രയാണോ ആ ഒരു എമൗണ്ട് നമ്മൾ ടാക്സ് കെട്ടേണ്ടതായിട്ടുണ്ട്. സോ അതാണ് ഈ ഒരു സ്കീമിന്റെ ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. സോ ഇനി സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ ഒരു കാൽക്കുലേറ്റർ എങ്ങനെയാണ് വരുന്നത്, ഈ ഒരു പദ്ധതി പ്രകാരം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ എമൗണ്ട് എങ്ങനെയാണ് പോകുന്നത്, അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് നമുക്ക് ഈ ഒരു കാൽക്കുലേറ്ററിലൂടെ നമുക്ക് മനസ്സിലാക്കാം. സോ പ്രിൻസിപ്പൽ എമൗണ്ട് നമ്മൾ അടക്കുന്ന തുക 30 ലക്ഷം രൂപയാണ് എന്നിരിക്കട്ടെ. 5 വർഷത്തേക്കാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതിലെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 8.2%, 8.2%. സോ ഇതിന്റെ ഒരു ക്വാർട്ടർലി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 61,500 രൂപയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. ടോട്ടൽ പലിശ നിരക്ക് ഇനത്തിൽ നമുക്ക് ലഭിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 12,30,000 രൂപയായിരിക്കും. സോ ഇതിന്റെ ഇൻട്രസ്റ്റ് അടക്കം നമ്മൾ അടക്കുന്ന മുതൽ 30 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 12,30,000 രൂപ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് ലഭിക്കുന്നു. ടോട്ടൽ മെച്യൂരിറ്റി എമൗണ്ട് 5 വർഷം കഴിയുമ്പോൾ 8.2% പലിശ നിരക്കിൽ നമുക്ക് ലഭിക്കുന്ന തുക ഈസ് 42,30,000 രൂപയാണ്. സോ ഈ സ്കീം പ്രകാരം മുതിർന്ന പൗരന്മാർക്ക് വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കാനും അവർ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആകാനും ഈ ഒരു സ്കീം പ്രകാരം സാധ്യമാണ്. അടുത്ത ഒരു പോസ്റ്റ് ഓഫീസ് സ്കീമാണ് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്, അതായത് PPF. നമുക്കറിയാം PF എന്ന് പറയുന്നത് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് നമ്മൾ കമ്പനികളിൽ ജോലി ചെയ്യുന്ന സമയത്തും ഗവൺമെന്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന സമയത്തും കമ്പനികൾ നമുക്ക് തരുന്ന ഒരു പ്രോവിഡന്റ് ഫണ്ട് ഉണ്ട്. അത് നമ്മൾ കൊടുക്കുന്ന എംപ്ലോയർ ഫണ്ടും എംപ്ലോയി ഫണ്ടും എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടായിരിക്കും. പക്ഷേ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാർ നമുക്ക് തരുന്ന ഒരു പ്രോവിഡന്റ് ഫണ്ട് ഓപ്ഷനാണ്. അതായത് ആർക്കും, ജോലിയില്ലാത്ത ഒരാൾക്ക് പോലും നമുക്ക് പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് തുടങ്ങാൻ വേണ്ടി പറ്റും. അതിന് ആദ്യം വേണ്ടത് എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ട് ആണ്. പോസ്റ്റ് ഓഫീസിലൂടെയും ബാങ്കുകളിലൂടെയും നിങ്ങൾക്ക് PPF അക്കൗണ്ട് എടുക്കാൻ സാധ്യമാണ്. സോ പോസ്റ്റ് ഓഫീസിൽ നിന്നും എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലൂടെ നമ്മൾ PPF എടുക്കുകയാണെങ്കിൽ ഇതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം. ഇന്ത്യയിൽ താമസിക്കുന്ന ഏതൊരാൾക്കും ഈ ഒരു പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് അക്കൗണ്ട് തുടങ്ങാൻ സാധ്യമാണ്. ഇതിലെ ഏറ്റവും മിനിമം എമൗണ്ട് 500 രൂപ പ്രതിവർഷമാണ്. ഇത് ഞാൻ ആദ്യം പറയാം. ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് പറയുന്നത് നമുക്ക് റെക്കറിംഗ് ആയിട്ടും ചെയ്യാം, വൺ ടൈം ആയിട്ട് ചെയ്യാം. അതായത് നിങ്ങൾക്ക് എപ്പോഴാണ് കാശ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇടാം, നിങ്ങൾക്ക് ഒരുമിച്ച് ഒരു എമൗണ്ട് വരുമ്പോൾ അപ്പോഴും നിങ്ങൾക്ക് ഇടാം. പക്ഷേ ഒരു വർഷം ഏറ്റവും മിനിമം, ഏറ്റവും കുറഞ്ഞത് 500 രൂപ നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 500 രൂപയിൽ കുറവ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഈ അക്കൗണ്ട് അസാധുവാകാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1,50,000 രൂപയാണ്. സോ മിനിമം 500 രൂപ, മാക്സിമം 1,50,000 രൂപ. സോ ഇതിന്റെ ഇൻട്രസ്റ്റ് റേറ്റ്, പലിശ നിരക്ക്, PPFന്റെ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ടിന്റെ പലിശ നിരക്ക് 7.1%. 7.1% പലിശ നിരക്കാണ് PPF നിന്ന് ലഭിക്കുന്നത്. നമുക്കറിയാം സുകന്യാ സമൃദ്ധി എന്ന് പറയുന്നത് നമ്മുടെ പെൺകുട്ടികൾക്ക്, വീട്ടിൽ പെൺകുട്ടി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു സേവിങ്സ് ഓപ്ഷനാണ്.
പക്ഷേ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അങ്ങനെയല്ല, നമുക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഒരു പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. സോ പലിശ നിരക്ക് സുകന്യ സമൃദ്ധിയെ കമ്പയർ ചെയ്യുന്ന സമയത്ത് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിന്റെ പലിശ നിരക്ക് ഇച്ചിരി കുറവാണെങ്കിലും നമുക്ക് ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുകയും അതുപോലെ തന്നെ വളരെ കംഫർട്ടായിട്ട് നമുക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുകയും ചെയ്തു. നമ്മൾ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 15 വർഷമാണ് ഇതിന്റെ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മെച്യൂരിറ്റി പീരീഡിന് മുമ്പ് നിങ്ങൾക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യണം എന്നാണെങ്കിൽ 7 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ സാധ്യമാണ്. ഈ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ ഇത്രയും നാളെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പക്ഷേ ഐ നീഡ് സം എമൗണ്ട് വെരി അർജന്റ്, അതായത് 3 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് ഇതിൽ നിന്നും ഒരു ലോൺ ലഭിക്കാൻ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു ഓപ്ഷനും പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. അക്കൗണ്ട് ക്ലോസ് ചെയ്യണം, അതായത് നിങ്ങൾക്ക് ഒരു തരത്തിലും ഇനി ഇങ്ങോട്ട് ഈ ഒരു പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഇൻകം കുറവാണ്, എനിക്ക് ഏറ്റവും കുറഞ്ഞ 500 രൂപ പോലും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല എന്നാണെങ്കിൽ ആഫ്റ്റർ 5 ഇയേഴ്സ് 5 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് അക്കൗണ്ട് ക്ലോസ് ചെയ്യാനും പറ്റും. കൂടാതെ ടാക്സ് ബെനിഫിറ്റ്, ഇതിൽ നിന്നും ടാക്സ് ബെനിഫിറ്റും നമുക്ക് ലഭിക്കുന്നു. സോ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറയുന്നത് വളരെ പോപ്പുലർ ആയിട്ടുള്ള, എല്ലാവരും വളരെ കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു സേവിംഗ് സ്കീമാണ്. സോ ഇറ്റ്സ് വെരി സേഫ് ആസ് വെൽ. എങ്ങനെയാണ് നമുക്ക് പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്നും എമൗണ്ട് ലഭിക്കുന്നത്, എങ്ങനെയാണ് അതിന്റെ കാൽക്കുലേഷൻ നടക്കുന്നത് എന്ന് നമുക്ക് PPF കാൽക്കുലേറ്റർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 1.5 ലക്ഷം രൂപയാണ്. 1.5 ലക്ഷം രൂപ ഒരു വർഷം എന്ന കണക്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു 15 വർഷത്തേക്ക്. ഞാൻ ആദ്യം പറഞ്ഞു പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിന്റെ PPFന്റെ ടെന്യൂർ എന്ന് പറയുന്നത് 15 ഇയേഴ്സ് ആണ്. 15 വർഷത്തേക്ക് നമ്മൾ 1.5 ലക്ഷം വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ട് നമുക്ക് ലഭിക്കുന്നത് 7.1%. 7.1% പലിശ നിരക്കാണ് PPFൽ നമുക്ക് ലഭിക്കുന്നത്. സോ 15 വർഷം 1.5 ലക്ഷം വെച്ച് 7.1% വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ടോട്ടൽ ഇൻവെസ്റ്റഡ് എമൗണ്ട് ഈസ് 22,50,000 രൂപയാണ് നമ്മൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്. ഇതിൽ നിങ്ങൾക്ക് പലിശ ഇനത്തിൽ മാത്രം ലഭിക്കുന്ന തുക, അതായത് 7.1% പലിശ ഇനത്തിൽ മാത്രം ലഭിക്കുന്ന തുക 18,18,209 രൂപയാണ്. സോ നമ്മൾ മെച്യൂരിറ്റി എമൗണ്ട് ആഫ്റ്റർ 15 ഇയേഴ്സ് യു ആർ ഇൻവെസ്റ്റിംഗ് 1.5 lakhs എവറി ഇയർ. മെച്യൂരിറ്റി പീരീഡ് ഓഫ് 15 ഇയേഴ്സ്, interest rate of 10.1%, you are getting 40,68,209 രൂപ. സോ ഈ എമൗണ്ട് എന്ന് പറയുന്നത് 1.5 ലക്ഷം എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് ഇടേണ്ട എമൗണ്ട് അല്ല, മാക്സിമം എമൗണ്ട് മാത്രമാണ് 1.5 ലക്ഷം. നിങ്ങൾ എത്ര എമൗണ്ട് ആണോ ഒരു വർഷം ഇടുന്നത് ആ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് PPF കാൽക്കുലേറ്റർ എന്ന് ഗൂഗിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം PPF കാൽക്കുലേറ്റർ ഓപ്ഷൻസ് കിട്ടും. നിങ്ങൾ എത്രയാണോ എമൗണ്ട് അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എത്ര വർഷത്തേക്ക്, 15 വർഷമാണ് നമ്മൾ ടെന്യൂർ, അത് മാറ്റാൻ പറ്റില്ല. സോ നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ ഇടുന്ന സമയത്ത് എത്ര എമൗണ്ട് ആണ് നിങ്ങൾക്ക് വരുന്നത്, നിങ്ങൾ ഇടുന്ന എമൗണ്ടിന് കണക്കായിട്ട് എത്ര റിട്ടേൺ നമുക്ക് ലഭിക്കുന്നത് എന്ന് PPF കാൽക്കുലേറ്ററിലൂടെ നമുക്ക് കാണാം. അടുത്ത പോസ്റ്റ് ഓഫീസ് പദ്ധതി എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം അഥവാ POMIS അല്ലെങ്കിൽ POMIS. നമുക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് പ്രതിമാസം വരുമാനം കിട്ടുന്ന ഒരു പദ്ധതി, പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി എന്ന് മലയാളത്തിൽ പറയും. സോ വളരെ ഈസി ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് ഒരു മാസം ഒരു വരുമാനം ലഭിക്കാൻ, ഒരു ജോലിയും ചെയ്ത ഒരു വരുമാനം ലഭിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു പദ്ധതിയാണ് POMIS അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി. സോ ആർക്കൊക്കെയാണ് ഈ ഒരു POMIS പ്രകാരം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്? ഏതൊരു ഇന്ത്യൻ റെസിഡന്റ് ആണെങ്കിലും അവർക്ക് POMIS അക്കൗണ്ട് തുടങ്ങാൻ സാധ്യമാണ്. ഇതിൽ ഇൻഡിവിജ്വൽ ആയിട്ടും ജോയിന്റ് ആയിട്ടും നമുക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അതായത് ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്കും ഒരു അക്കൗണ്ട് തുടങ്ങാം, ജോയിന്റ് ആയിട്ടും അല്ലെങ്കിൽ സുഹൃത്തായിട്ടോ ബന്ധുവായിട്ടോ എങ്ങനെ വേണമെങ്കിലും ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. സോ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് മാക്സിമം ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 9 ലക്ഷം രൂപയും ജോയിന്റ് അക്കൗണ്ട് പ്രകാരം നമുക്ക് മാക്സിമം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് 15 ലക്ഷം രൂപയുമാണ്. അതുകൂടാതെ ഏറ്റവും കുറഞ്ഞ എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപയുമാണ്. അതുപോലെ തന്നെ ഇതൊരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയാണ്. നിങ്ങൾക്ക് പ്രതിമാസം ഇതിലേക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വൺ ടൈം ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പലിശ നിരക്കിൽ നിന്ന് ലഭിക്കുന്ന അല്ലെങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന റിട്ടേൺ പ്രതിമാസം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. സോ അതാണ് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതിന്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 7.4%. അതുപോലെ തന്നെ ഇതിന്റെ ടെന്യൂർ അല്ലെങ്കിൽ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷത്തേക്കാണ് നമ്മൾ ഈ എമൗണ്ട് ലോക്ക് ചെയ്യുന്നത്. സോ പ്രീ മെച്യൂർ വിഡ്രോവൽ എന്ന് പറയുന്നത്, അതായത് പദ്ധതി അവസാനിക്കുന്നതിന് മുമ്പേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത് 1 വർഷത്തിന് ശേഷം, അതായത് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി 1 വർഷം കഴിഞ്ഞാൽ ചെറിയൊരു പെനാൽറ്റിയോട് കൂടി നമുക്ക് ഇതിൽ നിന്നും പ്രീ മെച്യൂർ ആയിട്ട് വിഡ്രോ ചെയ്യാം. ഇനി ഈ ഒരു POMIS പ്രകാരം, പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി പ്രകാരം എമൗണ്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് എങ്ങനെയാണ് വർക്ക് ആവുന്നത് എന്നറിയണ്ടേ? സോ ലെറ്റ്സ് ഗോ ടു ദിസ്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 15 ലക്ഷം രൂപയാണ് എന്നിരിക്കട്ടെ. 15 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു 7.4%. ഇത് ലോക്കിൻ പീരീഡ് എന്ന് പറയുന്നത് 5 വർഷമാണ്. 5 വർഷത്തേക്കാണ് ഇത് ലോക്കിൻ ചെയ്യപ്പെടുന്നത്. ഇങ്ങനെ 15 ലക്ഷം രൂപ 7.4% പലിശ നിരക്ക് പ്രകാരം 5 വർഷത്തേക്ക് ലോക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രതിമാസം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന തുക എന്ന് പറയുന്നത് 9,250 രൂപയാണ്. ഈ ഒരു 9,250 രൂപ എല്ലാ മാസവും ഒരു ശമ്പളം പോലെ അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ വരുമാനം പോലെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. സോ അതാണ് പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾക്ക് വളരെ സ്റ്റേബിൾ ആയിട്ട്, വളരെ സേഫ് ആയിട്ട്, വളരെ സെക്യൂർ ആയിട്ട് ഒരു എമൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നു. സോ വളരെ മികച്ച, നിങ്ങൾക്ക് കുറച്ച് എമൗണ്ട് നിങ്ങൾക്ക് എടുത്ത് മാറ്റി വെക്കാനുണ്ടെങ്കിൽ, വെറുതെ കുറച്ച് എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ നിൽക്കുകയാണെങ്കിൽ ആ എമൗണ്ടിനെ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം?
ആ പണം എങ്ങനെ നമുക്ക് കൂടുതൽ മികച്ച വരുമാനമുള്ളതാക്കി തീർക്കാം എന്നതിന് ഒരു ഉത്തരമാണ് ഈ ഒരു പോസ്റ്റ് ഓഫീസ് പ്രതിമാസ വരുമാന പദ്ധതി എന്ന് പറയുന്നത്. നമ്മൾ ഇതുവരെ 4 പോസ്റ്റ് ഓഫീസ് പദ്ധതികളെ കുറിച്ച് സംസാരിച്ചു. ഇനി 5ാമത്തെ പദ്ധതി, ഈ വീഡിയോയുടെ ഏറ്റവും അവസാനത്തെ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, അതായത് NSC. സേവിങ്സിനായും ടാക്സ് ബെനിഫിറ്റിനായും ഉള്ള ഒരു പദ്ധതിയാണ് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. രാജ്യത്തെ ഏത് പോസ്റ്റ് ഓഫീസിൽ നിന്ന് നമുക്ക് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന്റെ എലിജിബിലിറ്റി, ഒരു നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് തുടങ്ങാൻ വേണ്ടി ചെയ്യേണ്ടത് അല്ലെങ്കിൽ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ റെസിഡന്റ് ആയിരിക്കണം എന്നതാണ്. അതായത് ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്ന ഒരാളായിരിക്കണം. അതുകൂടാതെ ഇതിലേക്ക് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചെറിയ എമൗണ്ട് 1000 രൂപയും ഏറ്റവും കൂടിയ എമൗണ്ട് എന്ന് പറയുന്നത് 1,50,000 രൂപയുമാണ്. അതുപോലെ തന്നെ ഇതും ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ 1,50,000 രൂപ ഒരു വർഷം എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ അപ്പർ ലിമിറ്റ് ഇല്ല. അതായത് നമുക്ക് എമൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ കൊടുക്കാൻ വേണ്ടി പറ്റും. ഇതിന്റെ റിട്ടേൺ എന്ന് പറയുന്നത് ഗ്യാരണ്ടീഡ് ആണ്. കാരണം ഇതിന്റെ ഗവൺമെന്റ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു പദ്ധതി ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഏത് തരത്തിലുള്ള ഫ്ലക്ച്വേഷൻ സംഭവിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുന്ന റിട്ടേണിൽ നിന്നും യാതൊരു കുറവും ഉണ്ടാകില്ല. സോ ഇതിന്റെ പലിശ നിരക്ക്, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിന്റെ പലിശ നിരക്ക് എന്ന് പറയുന്നത് 7.7%. അതുപോലെ തന്നെ 5 കൊല്ലത്തെ ഒരു ലോക്ക് ഇൻ പീരീഡ് ആണ്. 5 കൊല്ലമാണ് ഇതിന്റെ ഒരു ടെന്യൂർ എന്ന് പറയുന്നത്. ഇത് ഫിക്സഡ് ആണ്. അതുകൂടാതെ പ്രീ മെച്യൂർ വിഡ്രോവൽ എന്ന് പറയുന്നത് ഒരിക്കലും സാധ്യമല്ല. നിങ്ങൾക്ക് നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ നിങ്ങൾ നിക്ഷേപിക്കുന്ന സമയത്ത് 5 വർഷത്തിന് മുമ്പ് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പോസിബിൾ അല്ല. പ്രീ മെച്യൂർ സാധ്യമാവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അക്കൗണ്ട് ആരാണോ ഹാൻഡിൽ ചെയ്യുന്നത് അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ പ്രീ മെച്യൂർ ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. സോ ഇതിൽ ടാക്സ് ബെനിഫിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രതിവർഷം 1.5 ലക്ഷം രൂപയുടെ സേവിങ്സ് നിങ്ങൾ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 80C പ്രകാരം ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുന്നു. സോ പോസ്റ്റ് ഓഫീസ് നമുക്ക് തരുന്ന 5 പ്രധാനപ്പെട്ട സേവിംഗ് സ്കീമുകളെ കുറിച്ച്, വളരെ സേഫ് ആയിട്ടുള്ള ഗവൺമെന്റ് സപ്പോർട്ടുള്ള ഗ്യാരണ്ടി റിട്ടേൺസ് തരുന്ന 5 പ്രധാനപ്പെട്ട സേവിംഗ് സ്കീമുകളെ കുറിച്ച് ഈ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കി. നിങ്ങൾക്ക് സമ്പാദ്യശീലം വളർത്തണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പണം സേവ് ചെയ്യണം, ഭാവിയിലേക്ക് സ്വരുക്കൂട്ടി വെക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എന്ന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പോസ്റ്റ് ഓഫീസ് പദ്ധതികൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ അടുത്തേക്ക് വരും. ബോസ്വാല മലയാളത്തിന്റെ ഈ വീഡിയോ കണ്ടതിന് ഏവർക്കും നന്ദി. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലെറ്റ്സ് മീറ്റ് ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. Bosswala. Be the boss.